ഹലോ, ഇന്ന് നമുക്ക് കഞ്ഞിഹട്ട് പോയി ഒരു കഞ്ഞി കുടിച്ചാലോ? ഞാനും ജുഗുനും കല്യാണിയും ഉണ്ണിക്കുട്ടനും അനിയേട്ടനും കൂടെയാണ് കഞ്ഞിഹട്ടിലോട്ട് പോകുന്നത്. ഉള്ളിലേക്ക് കയറുമ്പം തന്നെ ഒരു വലിയ മീനിൻ്റെ പ്രതിമയാണ് നമ്മൾ കാണുന്നത്. പിന്നീടാണ് മനസ്സിലായത് അത് അവരെ കിണറാണെന്ന്. ജുഗുനുമാണ് എന്നോടത് പറഞ്ഞത്. സ്ഥലം ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. തളിപ്പറമ്പിനടുത്ത് 7-ാം മൈലിൽ നന്ദിലത്ത് ജി-മാർട്ടിൻ്റെ ഓപ്പോസിറ്റാണ് കഞ്ഞിഹട്ട് വരുന്നത്. ഞങ്ങളങ്ങനെ ഇവിടെ എത്തി. ആ മീനിൻ്റെ ഉള്ളിലൊക്കെ ഇരുന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഉള്ളിലോട്ട് കയറുകയാണ്. ഉള്ളിലോട്ട് കയറിയപ്പോൾ തന്നെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു. എവിടെയോ പോയ പോലൊരു ഫീലിംഗ് ആയിരുന്നു. അവിടുന്ന് എല്ലാവരും ഓർഡർ ചെയ്യാനുള്ള തിരക്കിലാണുള്ളത്. അങ്ങനെ ഞങ്ങൾ ഓർഡറൊക്കെ ചെയ്തിരിക്കുമ്പോൾ കല്യാണി ആ ബാക്കിലുള്ള വർക്കൊക്കെ നോക്കിയിട്ട് ഓരോരോ ഡൗട്ട് ചോദിക്കലായിരുന്നു. അതിനകത്ത് ദിനോസറിനെ കാണുന്നില്ല, ബസ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ ഡൗട്ടായിരുന്നു കല്യാണിക്ക്. ഇവിടെ ലൈവ് ഫിഷ് അവൈലബിൾ ആണ്. നമ്മൾ നോക്കി സെലക്ട് ചെയ്ത് ഏതാ വേണ്ടതെന്ന് പറഞ്ഞാൽ അവരത് ഫ്രൈ ചെയ്തിട്ട് നമുക്ക് എത്തിച്ചു തരും. അങ്ങനെ ഞങ്ങൾ സൈഡ് ഡിഷൊക്കെ വന്നിട്ടുണ്ട്. പച്ചടി, അവിയൽ, മാങ്ങച്ചാറ്, ബീട്രൂട്ട് അച്ചാറ്, ഓലൻ, പിന്നെ ചമ്മന്തിപ്പൊടി, പിന്നെ പയറുപ്പേരി, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞങ്ങളുടെ കഞ്ഞി ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സാദാ കഞ്ഞിയും പിന്നെ പയർ കഞ്ഞിയും പാൽക്കഞ്ഞിയും ആയിരുന്നു. പിന്നെ മോരുണ്ടായിരുന്നു അതിൻ്റെ കൂടെ. സൂപ്പറായിരുന്നു മോര്. പിന്നെ ഞാൻ ചോറാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ കൂടെ ചെമ്മീൻ റോസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ ഫുഡ്. ചെമ്മീൻ റോസ്റ്റ് ഓർഡർ ചെയ്തുകൊണ്ട് തന്നെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു ചെമ്മീൻ റോസ്റ്റ്. ആദ്യം സ്പൂണോണ്ടൊക്കെ കഴിച്ചിരുന്ന ആൾ പിന്നെ സ്പൂണൊക്കെ മാറ്റി കൈകൊണ്ടായി കഴിക്കുന്നത്. വീട്ടിൽ നിന്ന് കഞ്ഞി ഉണ്ടാക്കി കൊടുത്താൽ കുടിക്കാത്ത ആൾക്കാർ അവിടെ പോയപ്പോൾ നല്ല കഞ്ഞി കൂടി. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ ബൈ.